ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി എച്ച് വെങ്കടേഷിനെ നിയമിക്കാൻ തീരുമാനിച്ചു. നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവിയാണ് വെങ്കടേഷ്. അനന്തകൃഷ്ണൻ തരുന്നു. അനന്ത്, നേരത്തെ MR അജിത്കുമാർ മാറിപ്പോകുന്ന സമയത്തും പരിഗണിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നല്ലോ ഈ വെങ്കടേഷിൻ്റെ പേരെന്ന്. ഇന്നിപ്പോൾ വെങ്കടേഷിലേക്ക് മറ്റു പേരുകളുമൊന്നും തന്നെ പരിഗണിക്കപ്പെടാതെ എത്തുകയായിരുന്നു. പ്രജീഷ്, ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി നിയമിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. നിലവിൽ ക്രൈംബ്രാഞ്ച് ADGP മനോജ് എബ്രഹാമാണ്. മനോജ് എബ്രഹാമിന് DGP-യായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇതുകൂടാതെ പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിലേക്ക് ഫയർഫോഴ്സ് മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്തു. നാളെ രാവിലെയോടെ മനോജ് എബ്രഹാം ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് റിലീവ് ചെയ്യും. നാളെ തന്നെ ഫയർഫോഴ്സ് മേധാവിയായി ജോയിൻ ചെയ്യുകയും ചെയ്യും. ആ ഒരു സ്ഥിതിയിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെ ADGP ക്രമസമാധാന ചുമതലയിലേക്ക് എച്ച് വെങ്കടേഷിനെ നിയമിക്കാൻ തീരുമാനമായത്. നേരത്തെ പല പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനൊപ്പം തന്നെ നിലവിൽ ADGP ക്രമസമാധാന ചുമതലയിൽ നിയമിക്കേണ്ട എന്നുള്ള ആലോചനകളും സർക്കാർ തലത്തിൽ നടന്നിരുന്നു. പകരം 2 മേഖലാ IG-മാർക്ക് ചുമതല കൊടുത്ത് DGP മേൽനോട്ടം വഹിക്കട്ടെ എന്നുള്ള ആലോചനകളും നടന്നിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ എച്ച് വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്തുള്ള എച്ച് വെങ്കടേഷിനെ ക്രമസമാധാന ചുമതലയിൽ കൂടി ഏൽപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയായി പകരം ആരെ നിയമിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതോ അതിനൊപ്പം തന്നെ അധിക ചുമതലയാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും.